എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പല വിദ്യാർത്ഥികൾക്കും പല തരത്തിലുള്ള സംശയങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം, അതുപോലെ ഓപ്ഷൻ എങ്ങനെയാണ് വെക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ വെച്ച ഓപ്ഷനാണോ പരിഗണിക്കുക, അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഏത് തരത്തിലൊക്കെയാണ് ഉള്ളത്, അതുപോലെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും, ആർക്കൊക്കെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടോ എന്നുള്ള കാര്യവും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്കും, അതായത് HSCയിൽ നിന്നും HSCയിലേക്കും, അതുപോലെ തന്നെ VHSCയിൽ നിന്ന് VHSCയിലേക്കും മാത്രമാണ് ട്രാൻസ്ഫർ ഉള്ളത്. അല്ലാതെ HSCയിൽ നിന്ന് VHSCയിലേക്കോ VHSCയിൽ നിന്ന് HSCയിലേക്കോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഇങ്ങനെ മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുള്ളൂ. HSCയിൽ നിന്ന് HSCയിലേക്ക്, VHSCയിൽ നിന്ന് VHSCയിലേക്ക്, അല്ലാതെ HSCയിൽ നിന്ന് VHSCയിലേക്കോ VHSCയിൽ നിന്ന് HSCയിലേക്കോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഒരിക്കലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ പറ്റില്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഒരിക്കലും ഹയർ സെക്കൻഡറിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇങ്ങനെ എവിടെയെങ്കിലും അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാനായിട്ട് ഹയർ സെക്കൻഡറി വെബ്സൈറ്റായിട്ടുള്ള HSCAPലൂടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായിട്ട് ഇതുവരെ അപേക്ഷിച്ചില്ലെങ്കിൽ അപേക്ഷിക്കുക. അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ നേടാനായിട്ട് ആ ഒരു സപ്ലിമെൻ്ററി കേട്ട അലോട്ട്മെൻറ്റ് സമയത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമേ ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും അഡ്മിഷൻ നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫർ അപേക്ഷിക്കുന്നത്, അതുപോലെ ഏത് ഓപ്ഷനാണ് ഈ ഒരു അലോട്ട്മെൻറ്റായിട്ട് പരിഗണിക്കുന്നത് എന്നുള്ളത് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾ സെപ്പറേറ്റ് ഓപ്ഷനാണ് നൽകേണ്ടത്, അല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഏത് ഓപ്ഷൻ നൽകി എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ്. ഇപ്പോൾ വെച്ച ഓപ്ഷനെ യാതൊരുവിധ കാരണവശാലും ട്രാൻസ്ഫറിനായിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും എന്നത് നോക്കാം. അപ്പോൾ ട്രാൻസ്ഫർ സാധാരണഗതിയിൽ 2 or 3 ട്രാൻസ്ഫറുകളാണ് ഉണ്ടാവാറുള്ളത്. ഭൂരിപക്ഷം, അതായത് അധിക വർഷം നിങ്ങൾക്ക് ഏകദേശം 3 ട്രാൻസ്ഫർ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യത്തെ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഒഴികെ ബാക്കിയുള്ള ഏതൊരു വിദ്യാർത്ഥികൾക്കും, അതായത് മെറിറ്റ് കോട്ട, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട എന്നിവയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ഏതൊരു വിദ്യാർത്ഥിക്കും ട്രാൻസ്ഫറിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ഒഴികെയുള്ള മെറിറ്റ് കോട്ട, സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാം. മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കില്ല. മാനേജ്മെൻറ്റ് കോട്ടയിലോ മെറിറ്റല്ല കമ്മ്യൂണിറ്റി കോട്ടയിലോ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ അതേ സെയിം കോട്ടയിൽ സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ആ ഒരു കോഴ്സ് മാറ്റം നടത്തുന്നതാണ്. അപ്പോൾ അതിനുള്ള അപേക്ഷ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അലോട്ട്മെൻറ്റ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ഏതൊരു ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്കും ആദ്യ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫറിലോ അല്ലെങ്കിൽ തേർഡ് ട്രാൻസ്ഫറിലോ മാത്രമേ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഏതൊക്കെ തരത്തിലാണ് ട്രാൻസ്ഫർ ഉള്ളത് എന്നുള്ള കാര്യം നോക്കാം. ഒന്നാമത്തേത് സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ്, സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ. രണ്ടാമത്തേത് സ്കൂൾ കോഴ്സ് അതുപോലെ തന്നെ ജില്ലാ ട്രാൻസ്ഫർ, അത് സ്കൂൾ കോമ്പിനേഷൻ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ. അപ്പോൾ ഈ ഒരു 2 തരത്തിലാണ് ട്രാൻസ്ഫർ ഉള്ളത്. അതായത് സ്കൂളും കോമ്പിനേഷനും മാറാനുള്ള, അതായത് കോഴ്സ് മാറാനുള്ള ഒരു ട്രാൻസ്ഫറും, പിന്നീട് ജില്ലയും സ്കൂളും കോമ്പിനേഷനും ഇവ 3ഉം മാറുന്നതിനായിട്ടുള്ള ഒരു ട്രാൻസ്ഫറും. അപ്പോൾ ഈ ഒരു രീതിയിൽ 2 തരത്തിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നോക്കാം. എങ്ങനെ ഓപ്ഷൻസ് വെക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ AN സ്കൂളിൽ നിന്നും AN സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറണം എന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് AN സ്കൂളിൽ ഇപ്പോൾ സയൻസ് ആണ് കിട്ടിയത്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറണം. അങ്ങനെയെങ്കിൽ ആ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാം. അടുത്തതായിട്ടുള്ള, അതായത് ഒരു സ്കൂളിൽ നിന്നും അതേ സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കുള്ള മാറ്റമാണ് ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ, അതായത് AN സ്കൂളിൽ ബയോളജി സയൻസ് ആണ് കിട്ടിയത്, BN സ്കൂളിലും നിങ്ങൾക്ക് ബയോളജി സയൻസിലേക്കാണ് പോവേണ്ടത്. അപ്പോൾ കോഴ്സ് മാറാതെ സ്കൂൾ മാത്രം മാറുന്ന രീതിയിൽ ഓപ്ഷൻസ് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്ത രീതിയിൽ ഓപ്ഷൻ വെക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ഒരു സ്കൂളിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് കരുതുക, മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിനാണ്, അതായത് സ്കൂളും മാറുന്നു കോഴ്സും മാറുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 തരത്തിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കുക. ഇനി സ്കൂൾ ജില്ല കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 3 രീതിയിലും മറ്റൊരു ജില്ലയിലേക്ക് കൂടി ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കും. അതാണ് ജില്ലാ ട്രാൻസ്ഫർ. അതായത് ആദ്യത്തേതിൽ നിങ്ങൾക്ക് സ്കൂളും കോഴ്സും മാത്രം മാറുന്നതിനുള്ള അവസരമുണ്ട്. അത് സ്കൂളും കോഴ്സും ഇവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. അടുത്തതിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ജില്ല കൂടി മാറി മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക്
ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. ഇനി ട്രാൻസ്ഫറിനുള്ള അപേക്ഷ എങ്ങനെ നൽകാം എന്നുള്ളതും അപേക്ഷ നൽകും മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അടുത്തതായിട്ട് നമുക്ക് നോക്കാം. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല, ആ ഒരു കോഴ്സ് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് വരെ വിദ്യാർത്ഥികൾക്ക് ഇതേ രീതിയിൽ ടെമ്പററി അഡ്മിഷനിൽ തുടരാം. ടെമ്പററി അഡ്മിഷന് ശേഷം വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് പെർമനൻറ്റ് അഡ്മിഷൻ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ ട്രാൻസ്ഫറിൻ്റെ സർക്കുലർ വന്ന ശേഷം അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളോട് ആദ്യം ഒരു മെസ്സേജ് കാണിക്കും. അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് നൽകണം എന്നുള്ളതും അതുപോലെ തന്നെ നൽകുന്ന ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള നിർദ്ദേശങ്ങൾ അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് പാലിക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ അപേക്ഷ നൽകും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണോ, അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമോ, അതുപോലെ നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർ ഓപ്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നിങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ പറയാൻ കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിയുന്ന സമയത്തായിരിക്കും ആ ഒരു ട്രാൻസ്ഫർ വേണ്ടായിരുന്നു എന്ന് തോന്നുക. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ട്രാൻസ്ഫറിന് വെക്കുന്നത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ കൊണ്ടുപോയിട്ട് ട്രാൻസ്ഫറിന് വെക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടും, അവർക്ക് കിട്ടില്ല. ചിലപ്പോൾ അവർക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോഴാണ് പല വിദ്യാർത്ഥികളും പറയുന്നത് എനിക്ക് ആ ട്രാൻസ്ഫർ വേണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കത് ക്യാൻസലൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി എങ്ങനെ ഓപ്ഷൻ വെക്കാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരിക നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ പേര്, രജിസ്റ്റർ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ ഇതൊക്കെ നൽകേണ്ടി വരും. അതിനുശേഷം വിദ്യാർത്ഥി സ്കൂളിൻ്റെ കോഡ്, ഏത് സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ആ ഒരു കോഡ് നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് അതിങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഈ ഒരു സയൻസ് ആണോ, ബയോളജി സയൻസ് ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഏതാണ് വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങൾ മുൻഗണനാക്രമത്തിൽ വെക്കുക. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ബയോളജി സയൻസ് ആണ് എല്ലാ സ്കൂളിലേക്കും നിങ്ങൾ ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 2 സ്കൂളാണ് നിങ്ങൾ വീടിനടുത്തുള്ള 2 സ്കൂളാണ് ട്രാൻസ്ഫറിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ആദ്യത്തെ സ്കൂൾ നൽകി അതിനുശേഷം രണ്ടാമത്തെ സ്കൂൾ നിങ്ങൾ വെക്കുന്നു. അതിനുശേഷം അവിടെയും ബയോളജി സയൻസ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ മാത്രമേ നൽകാവൂ. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നൽകിയ പോലെ, അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നൽകിയതുപോലെ ചറവറ ഓപ്ഷൻസ്, അതായത് കുറേ ഓപ്ഷൻസ് ഒന്നും നൽകേണ്ടതില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വേണം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് ഏതാണ്, ഇതിന് മാത്രമേ ട്രാൻസ്ഫർ വെക്കേണ്ടതുള്ളൂ. അതായത് നിങ്ങൾ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബയോളജി സയൻസിലേക്കും കമ്പ്യൂട്ടർ സയൻസിലേക്കും മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അല്ലാതെ മുമ്പ് ചെയ്തതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് ചെയ്ത പോലെ കൊമേഴ്സിലേക്കൊന്നും കൊണ്ടുപോയിട്ട് കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് എവിടെ ഏത് സ്കൂളിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുവോ ആ ഒരു സ്കൂളും കോഴ്സും മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. അല്ലാതെ മുമ്പ് നൽകിയ അതേ രീതിയിൽ കൊണ്ടുപോയിട്ട് ഓപ്ഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. കാരണം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യുന്നതിനോ സാധിക്കുന്നതായിരിക്കില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരു സ്കൂളിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലെ കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ നിങ്ങൾ ട്രാൻസ്ഫർ വെക്കുന്നു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് കരുതുക. കിട്ടുന്ന സമയത്ത് ആദ്യം ലഭിച്ച ആ ഒരു സീറ്റ് നഷ്ടപ്പെടും. പിന്നീട് പുതിയ ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂൾ എവിടെയാണോ അല്ലെങ്കിൽ നിലവിലെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഇങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയത് അങ്ങോട്ടേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് വെക്കുന്ന മുമ്പ് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ തന്നെയല്ലേ വെച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നമ്പറോ അല്ലെങ്കിൽ സ്കൂളോ മാറിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോ ട്രാൻസ്ഫറിന് വെച്ചു എന്ന് കരുതി നിങ്ങൾ വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫറിന് വെക്കാവൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടുമോ എന്നുള്ളത്. ഒരിക്കലും കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഗ്യം പോലെയും അതുപോലെ നിങ്ങളുടെ WGPA പോലെയും അതുപോലെ ആ ഒരു സ്കൂളിൽ നിന്ന് എത്ര വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു, അവിടെ എത്രത്തോളം വാക്കൻസി ഉണ്ട്, ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ സാധിക്കുക. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളോട് പറഞ്ഞു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ ഉണ്ടാവുക. തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീട് സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. ടെമ്പററി അഡ്മിഷൻ പിന്നീട് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സ്കൂളിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ പിന്നീട് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർ മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട്
പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമുള്ളൂ. കാരണം തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും, നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്കൂളോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങളും മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കിട്ടുന്നതല്ല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും മാറിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതുപോലെ ചില വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് മുമ്പ് നിങ്ങൾ ഒരു ഉദാഹരണത്തിന് എന്ന സ്കൂളിൽ ബയോളജി സയൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനപ്പോൾ അവിടെ ഫീസ് അടച്ചു, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക്, അതായത് എന്ന സ്കൂളിൽ നിന്നും എനിക്കിപ്പോൾ ബി എന്ന സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടച്ച ഫീസ് തിരിച്ച് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അടച്ചിട്ടുള്ള PTA ഫണ്ട് അതുപോലുള്ള ആ ഒരു സ്കൂളിലേക്ക് അടച്ചിട്ടുള്ള ആ ഒരു പൈസയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് നൽകി കഴിഞ്ഞാൽ തിരികെ റീഫണ്ടായിട്ട് തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അടച്ചിട്ടുണ്ടായിരുന്ന അഡ്മിഷൻ ഫീസ് ഉണ്ടാകും. അഡ്മിഷൻ ഫീസ് തിരിച്ചു തരില്ല. അതിന് പകരം നിങ്ങൾ ആ ഒരു പുതുതായിട്ട് ട്രാൻസ്ഫർ കിട്ടുന്ന സ്കൂളിൽ ഈ ഒരു അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് നൽകിയാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.